വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് SCERT 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ ഒരു യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന് പറയുന്നത് ഒരു ലേഖാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഗാലിബ് കലീമാണ്. അപ്പോൾ ഈ സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ശുചിത്വം. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ സാഫ് എന്ന് പറഞ്ഞാൽ ശുചിത്വം, ശുചിയാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ശുചിത്വത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഗ്രാമം എന്നതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കിയേ, एशिया का सबसे साफ सुथरा गाँव മാവ്ലിംഗ്നോങ് മേഘാലയമേം ഹെ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിംഗ്നോങ് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സബ്സെ സാഫ് സുഥറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വൃത്തിയുള്ളതെന്നാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയത്തിലാണ്. മാവ്ലിംഗ്നോങ് എന്നാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര്. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. എന്താ 2003 ഈ ഗ്രാമത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും സബ്സെ സാഫ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ളൊരു ഗ്രാമമാണ് ഈ മാവ്ലിംഗ്നോങ് എന്ന് പറയുന്നത്. മേഘാലയയിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഇസ് ഗാവ് की सबसे बड़ी खासियत है कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. എന്താ ഇസ് ഗാവ് की सबसे बड़ी खासियत है कि എന്ന് വെച്ചാൽ എന്താണ്? ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? ഇവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ് ചെയ്യുന്നത്. ഗാവ് വാലെ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ. അപ്പോൾ അവിടുത്തെ ഗാവ് വാലെ ഗ്രാമവാസികളാണ് അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ആളെ നിർത്തിയൊന്നും അല്ല അവിടെ വൃത്തിയാക്കിയിരുന്നത് കേട്ടോ. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं है. സ്വച്ഛത കേലിയെ അതായത് എന്താണ്? ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ യഹാം കെ ലോഗ് കിസി തരക് സെ പ്രശാസൻ പർ നിർഭർ നഹീം ഹെ. എന്താണ്? ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ എന്താണ്? യാതൊരു വിധത്തിലും ഒരു പ്രശാസനം, അതായത് ഒരു ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെയോ ഒന്നും തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല? നിർഭർ നഹീം ഹെ, അതായത് ആശ്രയിക്കുന്നില്ല. യാതൊരു വിധത്തിലും ഇവരതിനു വേണ്ടി എന്ത് ചെയ്യുന്നില്ല? ഒരു ഭരണകൂടത്തെയും ആശ്രയിക്കുന്നില്ല. इस छोटे से गाँव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചോട്ടേസ് ചെറിയൊരു ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. പ്രതിബന്ധിതം എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ എന്ത് ചെയ്യാണ്? പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. पूरे गाँव में जगह जगह बाम से बने हुए डस्टबिन लगाए गए हैं. എന്താ? പൂരേ ഗാവുമേം ഗ്രാമത്തിലുടനീളം ജഗത് അവിടെ എന്താണ്? പല സ്ഥലങ്ങളിലും ഗ്രാമത്തിലുടനീളം പല സ്ഥലങ്ങളിലും ബാം സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ബനായ ഗയെ മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള എന്താണ്? ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലുടനീളം മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചവറ്റുകുട്ടകളാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഡസ്റ്റ്ബിന്നൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടല്ലേ കണ്ടിട്ടുള്ളത്. അവിടെ എന്താണ്? പൂർണ്ണമായിട്ടും ഈ മേഘാലയയിലെ ഈ മാവ്ലിംഗ്നോങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അവിടുത്തെ ചവറ്റുകുട്ട ഡസ്റ്റ്ബിൻ പോലും എങ്ങനെയാണ്? മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡസ്റ്റ്ബിന്നാണ് ഗ്രാമത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാ പുരുഷ് और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. महिला पुरुष और बच्चों समेत എന്താണ്? സ്ത്രീകൾ, മഹിള എന്ന് വെച്ചാൽ സ്ത്രീകൾ,
പുരുഷന്മാരും അതുപോലെ തന്നെ കുട്ടികളും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം ഏത് ഗ്രാമവാസിക്കും കിസി ഭി ഗാവ് വാലേക്കോ അഗർ കഹി ഗന്ദഗി നസർ ആത്തി ഹെ, ഏതൊരു ഗ്രാമവാസിക്കും എന്താണ് എവിടെയെങ്കിലും എന്തെങ്കിലും മാലിന്യങ്ങൾ കണ്ടാൽ തോ വേ ഫൗറൻ സഫായി മേം ലഗ് ജാത്തേ ഹെ, എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും, ഗാവ്വാലെ അല്ലെങ്കിൽ ഗ്രാമവാസികളാണ് അവിടെ വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ അല്ലെങ്കിൽ ഏതൊരു ഗ്രാമവാസിയോ ആയിക്കോട്ടെ, അവിടെ ഒരു മാലിന്യം എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ തന്നെ പെട്ടെന്ന് അത് വൃത്തിയാക്കും. അതാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് പേജ് നോക്കിയേ. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. ഒരു വലിയ സെൻറ്റൻസ് ആയിട്ട് തോന്നും, പക്ഷേ എൻ്റെ ആശയം വളരെ സിമ്പിളാണ് കേട്ടോ. സഫായിക്ക് പ്രതി ഉनकी ജാഗരൂകത का अंदाज़ा तुम ഇസ് ബാത് സേ ലഗാ സക്തേ, എന്താണ് ശുചിത്വത്തോടുള്ള അവരുടെ ഒരു അവബോധം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഒരു ലേഖിലൂടെ. നമ്മൾ മുന്നേ പറഞ്ഞല്ലേ, നാട്ടുകാർ തന്നെയാണ് അവിടുത്തെ ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അവർക്കത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ മടിയൊന്നുമില്ല. ഇവനൊരു കുട്ടിയായിരുന്നാൽ പോലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഈ ഒരു ശുചീകരണ പ്രവർത്തനത്തിൽ അവൻ ഏർപ്പെടുന്നുണ്ട്. അതായത് ആരുടെ കണ്ണിൽ, ആ ഗ്രാമവാസികളിൽ ആരുടെ കണ്ണിൽ എന്തൊരു മാലിന്യം കണ്ടാലും അവർ തന്നെ പെട്ടെന്നത് വൃത്തിയാക്കും. അപ്പോൾ അവരുടെ ആ ഒരു ശുചിത്വത്തോടുള്ള അവബോധം എത്ര തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അഗർ സടക് പർ ചലത്തെ ഹുയെ ഉन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. എന്താണ്, വഴിയിലൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചവറോ മറ്റോ കണ്ടാൽ അവർ ആദ്യം എന്ത് ചെയ്യും, ആ ഒരു ചവറ് ചവറ്റുകുട്ടയിലിടുന്നു. ചവറ്റുകുട്ട എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞ് മുള കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഫിർ ആകെ ബഡ്തേ ഹെ, അതിന് ശേഷമാണ് പിന്നെ അവർ മുന്നോട്ട് യാത്ര തുടരുന്നത്. അവരെവിടേക്ക് ഒരു യാത്ര പുറപ്പെട്ടാലും ആ ഒരു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു മാലിന്യമോ എന്തെങ്കിലും ഒന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെന്ത് ചെയ്യും, ആരായിരുന്നാലും അതിനെടുത്ത് എന്ത് ചെയ്യും, അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം മാത്രമേ അവർ പിന്നീട് യാത്ര തുടരത്തുള്ളൂ. നമ്മളിവിടേക്ക് അങ്ങനെയാണോ? അല്ലല്ലേ, നമ്മളെ കണ്ടാലും കണ്ടിട്ടങ്ങ് പോകും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആ ഒരു ഗ്രാമത്തിന് എന്ത് ചെയ്ത് ആ ഒരു ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത്. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. എന്നാൽ ഇവിടെയുള്ള ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും ചവറ്റുകുട്ടയിലാണ് ശേഖരിക്കുന്നത്. और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. പിന്നീട് എന്ത് ചെയ്യും, ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന മാലിന്യങ്ങൾ അതവർ ഒരിടത്ത് കൂട്ടിയിട്ട് കൃഷിക്കുള്ള വളമായിട്ട് ഉപയോഗിക്കും. ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, കൃഷിയാണ് കേട്ടോ. കൃഷിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് മാലിന്യങ്ങൾ തന്നെ എന്ത് ചെയ്യാണ് അവർ അതിനെ ശേഖരിച്ച് വെച്ചിട്ട് കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കും. അല്ലാതെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വഴിയരികത്ത് നിക്ഷേപിക്കത്തൊന്നുമില്ല അവർ. നമ്മളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ, റോഡിലൊക്കെ ഫുള്ളും ഇതുപോലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നതാണല്ലേ കാണാൻ പറ്റുന്നത്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. ऐसा कहा जाता है कि 130 साल पहले इस गांव को हैजे की बीमारी ने बुरी तरह से जकड़ लिया था. അതായത് 130 വർഷം മുൻപ് ഈ ഗ്രാമത്ത് എന്താണ്, കോളറ, ഹൈജയ്ക്ക് ബീമാരി എന്ന് പറഞ്ഞാൽ കോളറയാണ് കേട്ടോ ഹൈജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളറ രോഗം രൂക്ഷമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പറയപ്പെടുന്നത്. 130 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് കേട്ടോ. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. എന്താണ് മെഡിക്കൽ സുവിധ എന്ന് വെച്ചാൽ എന്താണ്, വൈദ്യസഹായം ലഭ്യമല്ലാത്തതിനാൽ ഈ ഒരു രോഗത്തിൽ നിന്ന് എന്താണ് മോചനം നേടാനുള്ള, ചുട്കാര എന്ന് പറഞ്ഞാൽ മോചനം നേടുക എന്നാണ് കേട്ടോ. ചുട്കാര പാന എന്ന് പറഞ്ഞാൽ മോചനം നേട്. അപ്പോൾ മോചനം നേടാനുള്ള ഒരു ഏക വഴി എന്ന് പറയുന്നത് എന്താണ്, സഫായി കർണ, അതായത് ശുചിത്വം പാലിക്കുക എന്നതായിരുന്നു. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. എന്താണ്, ശുചിത്വത്തിലൂടെ മാത്രമേ
നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞിരുന്നു എന്നാണ് ആ ഗ്രാമവാസികളുടെ വിശ്വാസം. അതായത് 130 വർഷങ്ങൾക്ക് മുൻപ് അവിടെ കോളറ രൂക്ഷമായിട്ട് ബാധിച്ചിരുന്ന സാഹചര്യത്തിൽ അത് ഭേദപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ശുചിത്വം പാലിക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവരുടെ പൂർവികർ പറഞ്ഞ അറിവുണ്ടായിരുന്നു. फिर चाहे वह खाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई ज़रूरी है. എന്താണ് ഫിർ ചാഹേ വ ഖാന ഹോ, എന്താണ്, അത് ഭക്ഷണമാകട്ടെ, ഘർ ഹോ അല്ലെങ്കിൽ വീടാകട്ടെ, ജമീൻ ഹോ ഭൂമിയാകട്ടെ, ഗാവ് ഹോ ഗ്രാമമാകട്ടെ, ഫിർ അപ്ന ശരീർ ഹെ, എന്താണ്, അല്ലെങ്കിൽ എന്താണ്, സ്വന്തം ശരീരം തന്നെ ആകട്ടെ, ക്യോം ന ഹോ എന്ത് തന്നെ ആയിരുന്നാലും എന്താണ്, സഫായി ജറൂരി ഹെ, എന്തിനും ശുചിത്വം അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു ചാപ്റ്ററാണ്, നല്ലൊരു ലേഖമാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ വ്യക്തി ശുചിത്വം മാത്രമല്ല, വ്യക്തി ശുചിത്വം അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ വീടാകട്ടെ അല്ലെങ്കിൽ ഭൂമിയാകട്ടെ, ഗ്രാമമാകട്ടെ, ഭക്ഷണമാകട്ടെ, എവിടെയായിരുന്നാലും എന്താണത്, ശുചിത്വപൂർണ്ണം അല്ലെങ്കിൽ ശുചിത്വമായിട്ട് എന്താണ്, ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ എന്താണ് ചുറ്റുപാടിലൊന്നും അതൊന്നും നടക്കുന്നില്ല, പോസിബിൾ അല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താണ്, ഇതുപോലുള്ള ഇങ്ങനെ ലേഖകർ നമുക്ക് കാണുമ്പോൾ അത് വായിക്കുമ്പോൾ എന്താണ്, നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അല്ലേ. അത് പുതിയ ജനറേഷൻ, നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ലേഖകർക്ക് എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഈ മാവ്ലിംഗ്ഡോങ് എന്ന് പറയുന്ന മേഘാലയയിലെ ആ ഗ്രാമം എന്താണ്, ശുചിത്വത്തിൽ 1-ാം സ്ഥാനം നിർവഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ, അവിടെ ഒരു രൂക്ഷമായിട്ടുള്ളൊരു രോഗം ബാധിച്ചു, അതിൽ നിന്ന് എന്ത് ചെയ്യാൻ, മോചനം നേടാനായിട്ട് അവർ അന്ന് മുതലൊക്കെ എന്ത് ചെയ്യാണ്, ശുചിത്വം പാലിച്ച് ഇങ്ങനെ പോവുകയാണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്താണ്, എന്ത് തന്നെ ആയാലും അവരെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ആരെയും വെച്ചിട്ടല്ല അവിടെ ക്ലീൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, അവർ സ്വന്തം വീടുകളിലുള്ളതിനെ എന്താണ്, കൃഷിക്ക് മറ്റുമായിട്ട് ഉപയോഗിച്ചതിനെ എന്താണ്, വളമാക്കി മാറ്റുകയാണ്. അത് മാത്രമല്ല എന്താണ്, ചുറ്റുമുള്ള പരിസരത്തുള്ള എന്ത് വേസ്റ്റ് ആയിരുന്നാലും, അവർ നടന്നു പോകുന്ന വഴിയിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ പോകുന്ന വഴിയിൽ, യാത്രക്കിടയിൽ എന്ത് വേസ്റ്റ് കണ്ടാൽ എന്ത് ചെയ്യണം, ആരും അതവിടെ കണ്ടിട്ട് കാണാതെ പോവുകയല്ല ചെയ്യുന്നത്. അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, മുളയിലുള്ള ഡസ്റ്റ്ബിൻ, അതിനകത്ത് എന്ത് ചെയ്യും, അവരത് നിക്ഷേപിക്കും. അപ്പോൾ ഇതൊരു മാതൃകാ ഗ്രാമം കൂടിയാണല്ലേ. നമ്മളും ഇതുപോലെയൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.